കോവിഡ് സമയത്ത് ഒരു ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു. അത് വൈറസ് പടർന്നു പിടിക്കാതിരിക്കാനായിരുന്നു. ഇന്നും ഒരു ലോക്ക്ഡൗൺ സമാനമാണ് രാജ്യം. കാരണം പ്രാണപ്രതിഷ്ഠ. നീതിപീഠം വരെ അവധിയെടുത്ത് റെസ്റ്റിലാണ്. കുറച്ചു ദിവസം മുമ്പ് മോദി തൃശ്ശൂരിൽ വന്നപ്പോൾ വടക്കുനാഥ ക്ഷേത്ര പരിസരത്തുള്ള മരങ്ങൾ മുറിച്ചു മാറ്റിയിരുന്നു. അതിനു മുമ്പ് ആ മരങ്ങൾ മുറിക്കാൻ തീരുമാനം വന്നപ്പോൾ ശിവന്റെ ജടയാണ് മുറിച്ചാൽ ദൈവം കോപിക്കും, ശപിക്കും എന്നാണ് വികാരം അവിടെയായി വ്രണപ്പെടുന്ന സംഘികൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ തന്നെയാണ് മോദി വരുന്നത് പ്രമാണിച്ച് മരങ്ങളുടെ കടയ്ക്കൽ കത്തിവെച്ചത്. അന്നേരം ദൈവകോപവും ഇല്ല, ശാപവും ഇല്ല. നെക്സ്റ്റ്, സോഷ്യൽ മീഡിയയും ഒരുപോലെ ആഘോഷിച്ച ഗുരുവായൂരിലെ കല്യാണം. മോദി വരുന്നത് പ്രമാണിച്ച് സുരക്ഷയുടെ പേരിൽ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളിൽ വലഞ്ഞ് ഒരു പറ്റം ഭക്തരാണ്. മണിക്കൂറുകളോളം കാത്തിരുന്ന് മടുത്ത ഭക്തരുടെ അവസ്ഥ സംഘികൾക്ക് കാണണ്ട. ഈ ഭക്തരെ കാണുമ്പോൾ സംഘികൾക്ക് വികാരം മുറിപ്പെടുന്നില്ല. ഈ സുരക്ഷ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നുവെങ്കിൽ സംഘികൾക്ക് എവിടേക്കാണ് വ്രണപ്പെടുക? ഈ സമയം സംഘികൾക്ക് ഭക്തിയും ഹിന്ദു വികാരവും ഇല്ല. അടുത്തത് വെറുമൊരു BJP നേതാവിന്റെ മകളുടെ കഴുത്തിൽ താലി കയറാൻ വേണ്ടിയിട്ട് മറ്റുള്ള പെൺകുട്ടികളുടെ വിവാഹ മുഹൂർത്തം മാറ്റിവെപ്പിച്ചപ്പോൾ സംഘികൾക്ക് മിണ്ടാട്ടമില്ല. മുഹൂർത്തം തെറ്റിയാൽ ആ വിവാഹബന്ധം മുൻപോട്ട് പോകില്ലെന്ന് പറഞ്ഞ് വേറെ പെണ്ണിനെ കെട്ടി ജീവിക്കുന്നവരാണ് സംഘികൾ. എന്നിട്ട് സുരേഷ് ഗോപിയുടെ മകൾക്ക് വേണ്ടി മുഹൂർത്തം മാറ്റിവെച്ചപ്പോൾ വികാരം വ്രണപ്പെട്ടില്ല. ഹിന്ദുത്വം ആവിയായി പോയി. ഇപ്പോൾ അയോധ്യയും രാമക്ഷേത്രവും. ജയ് ശ്രീറാം വിളിച്ച് മോദി നടത്തുന്ന ഹിന്ദുത്വം വെറും ഒരു പൊളിറ്റിക്കൽ ടൂൾ മാത്രമാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ഉപകരണം മാത്രം. അതിനുള്ള ഉദാഹരണം മേൽ പറഞ്ഞതൊക്കെ തന്നെയാണ്. ഇതുകൂടാതെ റോഡുകളിലേക്ക് നോക്കിയാൽ എങ്ങും മോഡിയുടെ കട്ടൗട്ട് മാത്രം. രാമക്ഷേത്രത്തിൽ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നത് രാമനെയല്ലേ, അല്ലാതെ മോഡിജിയെ അല്ലല്ലോ. പറയാൻ പറ്റൂല. അന്ന് ഗുഹയിൽ കയറിയിരുന്ന് ഫോട്ടോഷൂട്ട് നടത്തിയ പോലെ ചിലപ്പോൾ ആദ്യം ഞാൻ കയറിയിരുന്ന് ഫോട്ടോ എടുക്കട്ടെ, എന്നിട്ട് രാമനെ ഇരുത്താം എന്ന് പറഞ്ഞു കളയും. ചെറിയൊരു ഫോട്ടോമേനയുള്ള ആളാ, അതുകൊണ്ടാ. പിന്നെ സ്വകാര്യവൽക്കരണത്തിൽ തൽപരനായ മോദിയുടെ കൂട്ടാളികൾ ആരാണെന്നറിയാലോ? അദാനിയും അംബാനിയും. ഇന്ത്യയുടെ പൊതുസ്വത്തായ പലതും ഇന്ന് ഇവരുടെ കൈകളിലാണല്ലോ. അധികം വൈകാതെ തന്നെ ഈ രാമനും ക്ഷേത്രവും വിറ്റ് കാശാക്കും. മോദിയും സംഘപരിവാറും തങ്ങളുടെ അധികാരം ഉറപ്പിക്കാൻ, തീവ്ര ഹിന്ദുത്വ ഭീകരത അടിച്ചേൽപ്പിക്കാൻ എന്ത് ക്രൂരതയ്ക്കും മടിക്കില്ല. ഇന്ന് മതേതര ഇന്ത്യക്ക് മേൽ സംഘപരിവാർ മണ്ണ് വാരിയിട്ട ദിവസമാണ് ജനുവരി 22.